അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 12, 2021 ഞാൻ PG ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു സെമസ്റ്ററിലെ എക്സാം എനിക്ക് വളരെയധികം പ്രയാസമായിരുന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് പനിയായിരുന്നതുകൊണ്ട് പഠിക്കുവാനോ ഉറങ്ങുവാനോ സാധിച്ചിരുന്നില്ല. ആ നിയോഗം പ്രത്യേകം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നെ പാസ്സാക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എക്സാമിൻ്റെ ദിവസം ഞാൻ എക്സാമിന് പോയി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ എനിക്ക് പേപ്പറിൽ എഴുതാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, പേപ്പറിലൊന്നുമില്ലാതെ എങ്ങനെയാണ് മാർക്ക് വീഴുന്നത് എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ വിഷയത്തിന് B ഗ്രേഡ് തന്ന് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഇതൊരിക്കലും എൻ്റെ മെറിറ്റല്ല, ഇത് ഗ്രേസ് വഴിയാണ് ഈശോ തന്ന സമ്മാനമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നീട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ലാസ്റ്റ് സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പ്രോജക്റ്റ് ലാസ്റ്റ് സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം, ഗ്രൂപ്പ് ഡിസ്കഷന് ഇതൊക്കെ പാസ്സായി. ഇതെല്ലാം കർത്താവിൻ്റെ ഗ്രേസിലാണ് ഞാൻ പാസ്സായത്. ഇതൊന്നും എൻ്റെ കഴിവല്ല. പിന്നീട് ഞാൻ ഓൺലൈൻ ഉടമ്പടി സൈനപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ആ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ട് നടത്തി. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ വിജയിച്ചു. ആ ജോലി എനിക്ക് ലഭിച്ചു. പക്ഷേ ആ കമ്പനി കാലിഫോർണിയയിലായതുകൊണ്ട് ഞാൻ വേറൊരു സ്റ്റേറ്റിലായിരുന്നതുകൊണ്ടും ഞാൻ ആ ജോലിക്ക് പോയില്ല. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് അമ്മയോട് ഉടമ്പടിയിൽ ഞങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ ഒരു ജോലി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ എനിക്ക് ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ആ സെയിം ഡേറ്റ് തന്നെയായിരുന്നു ഓഫർ ലെറ്ററിൽ അമ്മ തന്നത്. അങ്ങനെ ആ ജോലി എനിക്ക് ലഭിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഒരു ഭവനം ലഭിക്കുക എന്നുള്ള നിയോഗവും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. കോവിഡ് കാലത്ത് US ഒരു ഭവനം ലഭിക്കുവാൻ വളരെയധികം പ്രയാസമായിരുന്നു. ഒത്തിരി ഓഫറുകളൊക്കെ വെച്ചെങ്കിലും ഞങ്ങൾക്ക് നല്ല ഒരു ഭവനം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഓഫർ ഞങ്ങൾ വെച്ചു. ആ ഓഫർ അക്സെപ്റ്റബിളായി. ആ വീടിന് അമ്മയുടെ അടയാളമായ ഗ്രേ കളറായിരുന്നു. അതുപോലെ ആ വീടിൻ്റെ നമ്പർ 17 എന്നുള്ള സംഖ്യയായിരുന്നു. 7 എന്നുള്ളത് അമ്മയുടെ അടയാളമായി ഞാൻ കരുതപ്പെടുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഫിലാഡൽഫിയയിലെ തീർത്ഥാടന ഉടമ്പടി 2025 ഞാൻ വന്ന് എടുത്തിരുന്നു. അച്ഛന് ഫിലാഡൽഫിയയിൽ മരിയൻ ഉടമ്പടി ധ്യാനം നടത്തിയിരുന്നു. ആ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് എനിക്ക് US ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ ഒട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. വലിയ ട്രക്ക് വണ്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ ഫിലാഡൽഫിയ ടു കണക്റ്റിക്കട്ട് 4 hours ഡ്രൈവ് ഉണ്ട്. ഞാൻ ഈ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞ് 4 hours നിർത്താതെ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു. അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്നുള്ള നിയോഗവും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ അമ്മയോട് അടയാളമായി ചോദിച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ നിന്നായിരിക്കണം എനിക്ക് വിവാഹ ആലോചന വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ച അടയാളം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് ഒരു വിവാഹാലോചന വന്നു. എൻ്റെ നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. എല്ലാ ദിവസവും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡ് കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്തിരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം, കൃപാസനം ന്യൂസ് ലെറ്റർ ഗ്രൂപ്പിൽ നിന്ന് പത്രം ലഭിക്കാറുണ്ട്. അത് ലഭിച്ചില്ല എങ്കിൽ ലൈബ്രറിയിലൊക്കെ പോയി പത്രം പ്രിൻ്റ് എടുത്ത് അതിൻ്റെ ഒപ്പം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറ്റാച്ച് ചെയ്ത് ഉടമ്പടി തൈലം തേച്ച് ആ ഒരു ജപമാലയെങ്കിലും ആ പത്രം ലഭിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ടാണ് ആ പത്രം ഞാൻ കൊടുക്കാറുള്ളത്. ഏറ്റവും വെളിയിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പം അതെല്ലാം പ്രാർത്ഥിച്ച് പത്രം ഞാൻ കൊടുത്തിരുന്നു. പിന്നീട് അനാഥാലയങ്ങളിലൊക്കെ
പൈസ ഞാൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും ഡെയിലി ഹോളി മാസിന് എനിക്ക് പോകാൻ സാധിക്കാറുണ്ട്. സമ്പൂർണ്ണ ജപമാല എനിക്ക് ചൊല്ലാൻ സാധിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. പേഴ്സണൽ ലൈഫിൽ എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഉടമ്പടിയിലൂടെ എനിക്ക് മാറി. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക കൃപ എനിക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം